ഈ ആരാധനയിൽ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Let's treat him. സ്വർഗത്തിൽ സന്തോഷമുണ്ട് നേരത്ത് നഷ്ടമായി പോയൊരാളിതാ നല്ലിടയൻ തേടി ചെന്നു കണ്ടു തൻ തോളിലേറ്റി കൊണ്ടുവന്നോ ദേവദൂതരെ പണിയിടുവേ സർവേശുദ്ധരെ നിങ്ങളാർപ്പി രക്ഷിതാവിനാനന്ദം മഹത്തരം ഘോഷിക്കേണം നാം എല്ലാവരും. മൈക്ക് അച്ഛന്റെ മൈക്ക് ഓഫാണ്. അച്ഛന്റെ മൈക്ക് ഓഫാണ്. പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അനുഗ്രതമായ പ്രഭാത നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുമ്പോൾ കർത്താവേ, ഈ ആരാധനയിൽ അവിടുത്തെ ആത്മാവിന്റെ കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിൽ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ഗായക സംഘത്തോട് ഒരുമിച്ച് ജ്ഞാനകീർത്തനങ്ങളിൽ 224 കീർത്തനം പാടാം. ജ്ഞാനകീർത്തനം 224. ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമപ്പോൾ നിഷ്കളങ്കമുനെ അങ്കി കുളിച്ചു കുഞ്ഞാട്ടിൻ രക്തത്തിൽ അനുദീനം രക്ഷകൻ പക്ഷത്തോനി ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശിയ കർത്തനിൽ നിന്നാകുന്നു വിശ്രമം നടികാത്തോടുവേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോലെ നിഷ്കളങ്കമുനെ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ോ ഏറ്റവും നന്മയായി കാണുമോ സ്വൽപുരത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി
വീഴുമ്പോൾ നിഷ്കളങ്കമോനെ കുളിച്ചു കുഞ്ഞാറ്റിൻ രക്തത്തിൽ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായനയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. ഒന്നാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെ സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉറപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നവനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്നൊന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയും. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സദാപം കാണിപ്പാൻ കഴിയാത്തവനല്ല,
പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ എത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റി ചിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴങ്ങളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുതപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകന്യോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തസ്കോസ് ഞായറിനുള്ള പ്രത്യേക അപേക്ഷ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ നവീകരിക്കണമേ. പരിശുദ്ധാത്മാദാതാവും പുതുക്കത്തിന്റെ ഉറവിടമായ കൃപാലുവായ ദൈവമേ, പെന്തക്കോസ് നാളിൽ പ്രകടമായ അടയാളമായ അഗ്നിനാവുകളിലൂടെയും കൊടുങ്കാറ്റിന്റെ ശബ്ദത്തിലൂടെയും ജീവദാതാവായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന്റെ ദർശനം ഞങ്ങളുടെ പൂർവികർക്ക് നൽകിയതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പരിശുദ്ധാത്മശക്തിയാൽ നിരന്തരം പുതുക്കുവാനും നിന്നോടുള്ള പ്രാർത്ഥനയിലൂടെ പെന്തക്കോസ്തിന്റെ ശക്തി സംഭരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിമോചനത്തിന്റെ സന്ദേശം എപ്പോഴും പ്രഖ്യാപിക്കാനും ഭയം കൂടാതെ സ്നേഹത്തോടും ആർദ്രതയോടും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെ. പ്രൊഫറ്റ് എസെക്കിയേൽ chapter 37 verses 1 to 14. ഈ വിശുദ്ധ ദിവസത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുന്നു. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവരുടെ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളുടെ ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം, മനുഷ്യപുത്ര,
നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹം ഒക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളുടെ ദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇവിടെ 1-ാം പാഠം വായിച്ച് അവസാനിക്കും. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തെ സങ്കീർത്തനം 104-ാം സങ്കീർത്തനം 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. 104-ാം സങ്കീർത്തനം 25 മുതൽ 35 വരെ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാദ്യാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെരുകുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവർത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അവ വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്നും മുടിഞ്ഞു പോകട്ടെ. ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആരെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. 2-ാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെ. രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കൂ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെയും മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ വരം നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും പരിഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുവർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും ഏലാമ്യരും മെസോപാത്യമയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പെന്തോസിലും ആസിയയിലും ഫ്രുഗിയിലും പംഫീലിയിലും മിസ്രൈമിലും കുറേനിക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസരികളും അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു സഞ്ചരിച്ചു. ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു.
ഇവർ പുതുമീൻ പഠിപ്പിക്കുന്നു എന്നും മറ്റു ചിലർ പറയുന്നു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ചില്ല. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് 1 to 11. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയാതെ കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്ക കൊണ്ടത്രേ. ഇപ്പോഴും ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു, നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. നാം ശ്രവിച്ചത് സുവിശേഷം ആകുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടാകട്ടെ. ദൈവ വചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുവാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഗായക സംഘത്തോട് ഒരുമിച്ച് ജ്ഞാനകീർത്തനങ്ങളിൽ 169-ാം കീർത്തനം ചേർന്ന് പാടാം. 169. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല പകലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലോക ജനത മുഴുവനും ഇന്ന് കർത്താവേ ദേവാലയങ്ങളിൽ ഒരു പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടുത്തെ പരിശുദ്ധാത്മാവ് വിശ്വാസ സമൂഹത്തിന്റെ മേൽ
ശിഷ്യന്മാരുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകരുവാനായി, ഞങ്ങളെ ശക്തീകരിക്കുവാനായി കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹമായ പ്രഭാത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ ദക്ഷിണേന്ത്യ സഭയായി ഓരോ ഞായറാഴ്ചകളിലും വ്യത്യസ്തമായ ചിന്താവിഷയങ്ങൾ നമ്മൾ പങ്കുവെക്കുവാറുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പങ്കുവെച്ചത് പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്നുള്ളതായിരുന്നു, അല്ലെ? വെയിറ്റിംഗ് അപ്പോൺ ഹോളി സ്പിരിറ്റ് എന്നുള്ളത്. അടുത്ത ഞായറാഴ്ച നമ്മൾ പങ്കുവെക്കുന്നത് ത്രിയേക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ഞായറാഴ്ചകളിലും നമുക്ക് വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മുടെ സഭ ചിട്ടപ്പെടുത്തി നൽകുന്നത്. എന്നാൽ ഇന്ന് നൽകിയിരിക്കുന്ന വിഷയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ വിഷയം ഇങ്ങനെയാണ്. ഇന്നത്തെ വിഷയത്തെ നമ്മൾ ഇങ്ങനെ കാണുന്നു: പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ നവീകരിക്കണമേ. അതില് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്: കം ഹോളി സ്പിരിറ്റ് റിന്യൂ അസ്. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ നവീകരിക്കണമേ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു, മറ്റ് ചിന്താവിഷയങ്ങളൊക്കെ ഒരു പ്രസ്താവനകളാണ്. എന്നാൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഒരു പ്രേയറാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ മെയ് മാസം 16 തീയതിയിലെയും മെയ് മാസം 30 വിഷയങ്ങളെ നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധയെ ക്ഷണിച്ചത്. ഒന്ന്, പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്. ഇറ്റ്സ് എ പ്രസ്താവന, അതൊരു വാക്കുകൾ മാത്രമാണ്. അതുപോലെ ഞങ്ങൾ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്നു, അതൊരു ഏറ്റുപറച്ചിലും വാക്കുകളും ഒക്കെയാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവെ വരണമേ, ഞങ്ങളെ നവീകരിക്കണമേ എന്ന് പറയുന്നത് ഒരു പ്രേയറാണ്, അല്ലെ? ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു കൃപയെ കുറിച്ചാണ്. ദൈവത്തിന്റെ ആത്മാവ് പുസ്തകത്തിൽ, പ്രവാചക പുസ്തകത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിന്റെ ആത്മാവ് സകല മനുഷ്യരുടെയും മേല് ആവസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രേയറാണ് ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത്. ഞാൻ ഇന്നത്തെ ലേഖന വേദഭാഗം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് ചില ആസ്പെക്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഇതൊരു ഓഡിയബിൾ മാനിഫെസ്റ്റേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. കേൾക്കുന്ന ഒരു പ്രകടനം. എന്താ അവര് കേട്ടത്? അന്ന് ആകാശത്തിൻ കീഴുള്ള സകല ജാതികളിലും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. ഈ പെന്തക്കോസ്തിൽ സംഭവിച്ച 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന്, 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. ഒന്നാമത്തേത്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഭാഗത്തെ ഓഡിയബിൾ മാനിഫെസ്റ്റേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. അവരുടെ കാതുകളിൽ ഒരു ശബ്ദം അലയടിക്കുകയാണ്. ഒരു കാറ്റിന്റെ ശബ്ദം, ഒരു കൊടുങ്കാറ്റിന്റെ ശബ്ദം അന്ന് കൂടിയിരുന്ന ശിഷ്യഗണത്തിന്റെ കാതുകളിൽ മാറ്റൊലികൊള്ളുകയാണ്. നിങ്ങളോട് ഒന്ന് വ്യക്തമാക്കുവാൻ കുറച്ചും കൂടി ഇന്നത്തെ ടെക്നോളജിക്കൽ ലെവലിൽ പറഞ്ഞാൽ, നമ്മൾ ആരാധനകളെ പല രീതിയിൽ നമ്മൾ പരീക്ഷിച്ചു നോക്കിയില്ലേ? ചില സമയങ്ങളിൽ നമ്മൾ ഓഡിയോ സിസ്റ്റം മാത്രം ഉപയോഗിച്ച് ആരാധനകളോ പ്രാർത്ഥനകളോ ഒക്കെ നമ്മൾ നടത്തി. അപ്പോൾ ഇതൊരു ഓഡിയോ സിസ്റ്റം ഉപയോഗിച്ചുള്ള ദൈവത്തിന്റെ ഇടപെടലായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഓഡിയബിൾ മാനിഫെസ്റ്റേഷൻ എന്നൊരു തലക്കെട്ട് കൊടുക്കുവാനായിട്ട് കാരണം. ഇപ്പൊ ദൈവത്തിന്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണ്. ഒരു ശബ്ദം അവരുടെ കാതിൽ മാറ്റൊലികൊള്ളുകയാണ്. നമുക്കറിയാം എന്തിന്റെ ശബ്ദമാണ് മാറ്റൊലികൊള്ളുന്നത്? ഒരു കാറ്റിന്റെ, അല്ലെ? ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം അവരുടെ കാതുകളിൽ മാറ്റൊലികൊള്ളുകയാണ്. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അപ്പൊ കാറ്റിന്റെ ഒരു മുഴക്കമാണ് അവരുടെ കാതുകളിൽ മാറ്റൊലികൊള്ളുന്നത്. അപ്പൊ ഞാനും നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കേണ്ട ആദ്യത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ മേൽ അങ്ങൊരു കാറ്റായി പ്രവഹിക്കണമേ എന്നുള്ളതാണ്. അതിന് കുറെ കൂടി ആഴമായ അർത്ഥം ലഭിക്കുവാനായിട്ട് ഞാൻ ഇന്നത്തെ പഴയ നിയമ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ പഴയ നിയമ വേദഭാഗമായി വായിച്ചു കേട്ട എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾക്ക് ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. അല്ലെ? അപ്പോൾ മനുഷ്യ കുലത്തിന് ഒരു ശക്തി പകരുന്നതിനു വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ച ആ ഒരു പ്രവചനത്തിന്റെ നിവൃത്തി ഇതാ ഇന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമുക്കറിയാം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം പ്രവചിച്ച സമയത്ത് അവര് ആയിരിക്കുന്ന പ്രവാസത്തിൽ നിന്ന്, അവര് അസ്ഥിപഞ്ജരമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഞരമ്പുകൾ അവർക്ക് നൽകി, മാംസം പിടിപ്പിച്ച് അവർക്ക് ശ്വാസം പകർന്ന് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രവചനമെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് ശേഷം പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ ഭയന്നിരുന്ന ശിഷ്യഗണത്തിന് പിന്നീട് നമ്മൾ വായിക്കുന്നത് അവര് യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളായി എന്നുള്ളതാണ്. അപ്പോൾ ഭയന്നിരുന്ന ഒരു ശിഷ്യ സമൂഹത്തിന് ലോകത്തിന്റെ അറ്റത്തോളം പോകുവാനായിട്ട് സാധിച്ചത് അവരിൽ പ്രവഹിച്ച ദൈവത്തിന്റെ ആ ഒരു ശ്വാസമാണ്. ഓഡിയബിൾ മാനിഫെസ്റ്റേഷൻ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് ഹോസ്പിറ്റലൈസ് എന്ന് പറയുന്നത്, വെന്റിലേറ്ററുകൾ എത്ര ആളുകൾ കഴിയുന്നു എന്ന് നമ്മളൊന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കിക്കേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് കണ്ടു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് 120 വർഷത്തെ ചരിത്രത്തിൽ വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ ഒരു ബോർഡ് വന്നിരിക്കുന്നു. കട്ടിലുകൾ അവൈലബിൾ അല്ല, രോഗികൾക്ക് കിടക്കുവാനുള്ള കട്ടിലുകൾ അവൈലബിൾ അല്ല എന്നുള്ള 120 വർഷത്തെ ചരിത്രത്തിൽ, വെല്ലൂർ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ്. ബോർഡ് സഹിതമാണ് ആ വാട്സപ്പ് എന്ന് പറയുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി നൽകിയ വാട്സപ്പാണ്. വെന്റിലേറ്ററുകളില്ലാത്ത അവസ്ഥ, വെന്റിലേറ്ററുകളിൽ പ്രാണവായുവിനായിട്ട് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥ. ഇതെനിക്കും നിങ്ങൾക്കും ഇതൊരു കാറ്റായി എൻ്റെ ജീവിതത്തിൽ ഒന്ന് വ്യാപരിക്കണമേ എന്നൊരു പ്രാർത്ഥനയായിട്ട് പലപ്പോഴും മാറാത്തത് നമ്മൾ ആ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകാത്തത് കൊണ്ടാണ്. ഈ ഒരു പകലിൽ എത്ര ആളുകള് ഇങ്ങനെ വെന്റിലേറ്ററുകളുടെയും കട്ടിലുകളുടെയും ഒക്കെ സമീപത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് ശ്വാസം മനുഷ്യന്റെ ഉള്ളിൽ നിലനിൽക്കുവാനായിട്ട് കരഞ്ഞു നിലവിളിക്കുന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മളോട് പറയുന്നത്, എസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മളോട് താഴേക്ക് വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്, ആ അസ്ഥികൾക്ക് ഞരമ്പ് മാംസം ജീവിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ ഇന്ന് മൃതതുല്യനായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മനുഷ്യൻ ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മനുഷ്യൻ ഇന്ന് പ്രാണവായുവിനായി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഡൽഹിയിൽ ഒരു സ്കൂളിന്റെ മുൻപിലുള്ള ഒരു പരസ്യം അഡ്വക്കേറ്റ് മനോജ് മാത്യു എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം അത് ചെയ്യുന്നതിലെ ഒരു കണ്ണിയാണ്.
അദ്ദേഹം എനിക്ക് കോട്ട് ചെയ്തതാണ്, ഞങ്ങൾ ഡൽഹിയിൽ ചെയ്യുന്ന ഒരു സേവനമാണ് സ്കൂളില് പ്രാണവായു വിൽക്കുകയാ. ഓക്സിജൻ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എത്ര ആളുകളാണ് ശ്വാസത്തിനായിട്ട് ഇങ്ങനെ കാത്ത് ഇരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് 70ഓളം കുടുംബമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് എസ്കേൽ പ്രവാചകനോട് പ്രസ്താവിച്ചതുപോലെ, കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശിഷ്യ സമൂഹത്തെ യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ ശക്തീകരിച്ചതുപോലെ, വെന്റിലേറ്ററിലായിരിക്കുന്ന, അതുപോലെ തന്നെ കിടക്കയിലൊക്കെ ആയിരിക്കുന്ന, പ്രാണവായുവിനു വേണ്ടി നിലവിളിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തെ കർത്താവേ, അങ്ങയുടെ ആ ഒരു ശ്വാസത്തെ അയച്ച്, കൊടുങ്കാറ്റിനെ അയച്ച്, ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അവരെ ശക്തീകരിക്കണമേ എന്നുള്ളത്. രണ്ടാമത്തേത് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികള്, അവർ ഇരുന്നിരുന്ന ആ വീട് മുഴുവനും നിറച്ചു, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷൻ ആണ്. ആദ്യത്തേതെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഓഡിയബിൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, രണ്ടാമത്തേത് ഞാൻ പറയുവാൻ പോകുന്നത് ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ടെക്നോളജിക്കൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാണാം, ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മളുടെ കുടുംബങ്ങൾക്ക് കാണുവാനായിട്ട്, അവരുടെ കുടുംബത്തിലുള്ളവരാണ് ആദ്യം പാട്ട് പാടി തുടങ്ങിയത്. ഇപ്പോൾ പല കുടുംബങ്ങളെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചു കൊണ്ടിരിക്കുന്നു. പല പല ആധുനിക ടെക്നോളജികളാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു ഓഡിയബിൾ ആണെന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ വിഷ്വലായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ രണ്ടാമത്തെ തലമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സൂസൻ ആന്റി പാടിയപ്പോൾ ആന്റിയുടെ ഫോട്ടോയും ആ പാട്ടുമൊക്കെ നമ്മൾ വിഷ്വലായിട്ട് ഉൾപ്പെടെ നമ്മൾ ഓഡിയബിളുമാണ്, വിഷ്വലുമാണ്. ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഓഡിയബിൾ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. അവരുടെ കാതുകളിൽ ഒരു ശ്വാസം ഇങ്ങനെ ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ മാറ്റൊലി കൊള്ളുന്നതായിട്ട്, അതൊരു ഓഡിയോ ആണ് അവർക്ക്. എന്നാൽ ഇതാ രണ്ടാമത്തേത് അവർക്കൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എന്താ അഗ്നിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അഗ്നിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒന്ന്, അഗ്നി വെന്തെരിയുന്നതാണ് അഗ്നി എന്ന് പറയുന്നത്, അല്ലെ? നശിപ്പിക്കുന്ന, അല്ലെ? സംഹാര താണ്ഡവമാടുന്നതാണ് അഗ്നി എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് അഗ്നിയാണ്, അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, COVID-19 പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് പൊതുശ്മശാനങ്ങളിൽ ക്രിമിയേഷൻ ചെയ്യുന്നത്, അഗ്നിക്കിരയാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് തീ എന്ന് പറയുന്ന, അഗ്നി എന്ന് പറയുന്ന, ഫയർ എന്ന് പറയുന്നത് നശിപ്പിക്കുന്നതാണ്. ലോകം അഗ്നിയെ ഇങ്ങനെ ഒരു ഞെട്ടലോടുകൂടി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ തൃപ്പൂണിത്തറ പള്ളിയിൽ ശുശ്രൂഷ ചെയ്ത ജെയിംസ് തോമസ് അച്ഛൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മഹാടവക നിയോഗിച്ചത് എന്നെയും മറ്റ് 4 അച്ഛന്മാരെ കൂടിയാണ്. ആ ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ, അന്ന് കോവിഡിന്റെ സമയമായതുകൊണ്ടും കോവിഡായിട്ട് അച്ഛൻ മരിച്ചതുകൊണ്ടും ക്രിമിയേഷൻ ചെയ്യുകയായിരുന്നു. ഞാൻ എൻ്റെ കൺമുൻപിൽ കണ്ടതാണ് അച്ഛൻ്റെ ഭൗതിക ശരീരം ഇങ്ങനെ ക്രിമിയേഷൻ ചെയ്യുന്ന, അഗ്നിക്കിരയാക്കുന്ന സംഭവം. നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ കാണുന്നു, കൂട്ടം കൂട്ടമായി കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കുന്ന അനുഭവം. ഇന്നാണ് ഈ ഒരു കോവിഡ് മരണം സംഭവിച്ച വ്യക്തിയുടെ ആ ശരീരത്തിൽ നിന്ന് കോവിഡ് വ്യാപിക്കുകയില്ല എന്നുള്ള പേരിൽ കുറെ കൂടി പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് അച്ഛന്മാര് കോവിഡ് ആയി മരിച്ച ആളുകളെ അടക്കുവാനായിട്ട് തുടങ്ങിയത് ഇന്ന് ഈ അടുത്ത സമയത്താണ്. എന്നാലും കൂട്ടം കൂട്ടമായി ക്രിമിയേഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അഗ്നി എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സംഹാര താണ്ഡവമാടുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിൽ നമ്മൾ അഗ്നി ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് അനിലിനോട് ചേർന്ന് ഇങ്ങനെ പാടുവാനായിട്ട് സാധിക്കും. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഒരു 4 ലൈൻ നമുക്ക് പാടാം. ഓർഗൻ വായിച്ചാൽ മതി. അഗ്നിയിൻ നാളങ്ങൾ, അത്
അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ്റെ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇവിടെ നമ്മൾ പാടി അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. നമ്മള് പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ഇതൊരു വിഷ്വൽ മാനിഫെസ്റ്റേഷൻ ആണ്. അഗ്നി ഇറങ്ങുന്നുണ്ട്, എന്നാൽ അവിടെ ആരുടെയും സംഹാരമല്ല നടക്കുന്നത്. അവിടെ വലിയൊരു ശക്തിയാണ്. പ്രവാചകന്മാർ പറയുന്നത് പോലെ ശിഷ്യ സമൂഹത്തെ ദൈവം ആ ഒരു അഗ്നിയുടെ അനുഭവത്തിൽ ശക്തീകരിക്കുകയാണ്. ഇന്ന് ലോക ജനത മുഴുവനും COVID-19 ഭാരത്താൽ പ്രയാസപ്പെടുന്നവരെയും COVID-19 സാഹചര്യം കൊണ്ട് മരണപ്പെട്ട് അഗ്നിക്കിരയാക്കിയവരെയും ഓർത്തുകൊണ്ട് നൊമ്പരപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ രണ്ടാമതായിട്ട്, കർത്താവേ, അങ്ങയുടെ ആ ഒരു അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കൊണ്ട് ഞങ്ങളുടെ സമൂഹത്തെ നശിപ്പിക്കാതെ അവിടുത്തെ കൃപയാൽ അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു സ്പീച്ച് മാനിഫെസ്റ്റേഷൻ ആണ്. നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നമുക്ക് ഒരു കാലത്ത് നമ്മുടെ പഠന വിഷയങ്ങളൊക്കെ അന്യഭാഷയെ കുറിച്ചുള്ളതായിരുന്നു. ആർക്ക് അന്യഭാഷ സംസാരിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഇന്ന് സഭയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലാതായി തീർന്നിരിക്കുന്നു. കാരണം ആചാരം, അനുഷ്ഠാനം, സംസ്കാരം, ഭാഷകൾ ഇതിലൊക്കെയും അപ്പുറമാണ് മനുഷ്യന്റെ ജീവന്റെ വില എന്നുള്ള തലത്തിലേക്ക് ഇന്ന് സഭകൾ തമ്മിലുള്ള പാരമ്പര്യങ്ങളുടെ പോരാട്ടങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് നമ്മൾ ഇവിടെ കേൾക്കുന്നത് പോലെ മൂന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രാണവായുവിനായി പിടയുന്ന സമൂഹം വീണ്ടും സംസാരിച്ച് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ അങ്ങയുടെ ആത്മാവിനെ പകരണമേ എന്ന് നമുക്ക് മൂന്നാമതായി പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യം അതാണ്. ലണ്ടനിലുള്ളവനും അമേരിക്കയിലുള്ളവനും ഇറ്റലിയിലുള്ളവനും അറബ് രാജ്യങ്ങളിലുള്ളവനും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ളവൻ അവൻ സംസാരിച്ചാലും നമുക്ക് മനസ്സിലാകണം, എനിക്ക് ദൈവം പ്രാണവായു തിരികെ നൽകി എന്നുള്ളത്. അതിനാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ജീവിതത്തിന്മേൽ വ്യാപരിക്കേണ്ടതിനാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ഞാനിതിനെ ഇങ്ങനെ രേഖപ്പെടുത്തി. ഇറ്റ് വാസ് an audio visual as well as multi-sensorial manifestation of God. അന്യഭാഷകളിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു സ്പീച്ച് മാനിഫെസ്റ്റേഷൻ മാത്രമല്ല. ഇറ്റ് വാസ് ആൻ ഓഡിയോ, നമ്മൾ ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ വിഷ്വൽ ആസ് വെൽ ആസ് മൾട്ടി സെൻസോറിയൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയുമുള്ള ആളുകൾ ദൈവം എന്നെ ശക്തീകരിച്ചു എന്നുള്ള, ദൈവം എൻ്റെ ജീവിതത്തിന് പ്രാണവായു നൽകി എന്നുള്ള ആ ഒരു ഭാഷ കേൾക്കുവാനായിട്ട് നമ്മുടെ മക്കളൊക്കെ പലയിടങ്ങളിൽ ചിന്നിച്ചിതറി പാർക്കുകയാണ്. അവരുടെയൊക്കെ ചുറ്റുപാടുകളിലുമുള്ളവര് അതാത് ലാംഗ്വേജുകളിൽ സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുവാൻ സാധിക്കട്ടെ ദൈവം അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നതിന് വേണ്ടി
ഒരു ODL മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് വേണ്ടി, ഒരു വിഷ്വൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് വേണ്ടി, ഒരു സ്പീച്ച് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് വേണ്ടി, ഓഡിയോ വിഷ്വൽ ആസ് വെൽ ആസ് മൾട്ടി സെൻസോറിയൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ആ വലിയൊരു അനുഭവം തിരിച്ചറിയുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഈ പകലിൽ ശക്തീകരിക്കട്ടെ. ഞാൻ കോവിഡിനെ മാത്രം ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. പലവിധമായ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരെയും ദൈവം ശക്തീകരിച്ച് ഈ ഒരു അനുഭവത്തിനായി നിലനിർത്തുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ നിന്ന് ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാത നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ ചെയ്തു. തുടർന്നുള്ള നാളുകളിലും നമ്മുടെ ജീവിതങ്ങളെ ദൈവം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തോട് അറിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ: CMC വെല്ലൂർ പഠനത്തിനായിട്ടുള്ള അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട സമയമാണ്. മഹാടവ തലത്തിലുള്ള സ്കോളർഷിപ്പിനുള്ളതൊക്കെയുമായ സമയമാണ്. നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും അതിനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ദേവാലയമായി ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. മഹാടവകയിലേക്കുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നൽകി തരുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. പതിവ് പോലെ നമ്മളുടെ വെർച്വൽ മീറ്റിങ്ങുകൾ ബുധനാഴ്ച വൈകുന്നേരങ്ങളിലും ഞായറാഴ്ച വൈകുന്നേരങ്ങളിലും പഴയ നിയമത്തെ ആസ്പദമാക്കിയുള്ള രാജൻ ജേക്കബ് അങ്കിളിൻ്റെയും ജോൺസൺ ടി ഐപ്പ് അങ്കിളിൻ്റെയും ബൈബിൾ സ്റ്റഡികൾ നടത്തപ്പെടുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ യൂത്ത് ഫെലോഷിപ്പിൻ്റെ ഞായറാഴ്ച വൈകുന്നേരത്തെ കൂടിവരവിൽ നമ്മുടെ യൂത്തിലെ മെമ്പേഴ്സ് തന്നെ ദൈവവചന സന്ദേശം അവർ ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ നമ്മുടെ ആളുകൾ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7:30 കുടിവരവിൽ യൂത്ത് ഫെലോഷിപ്പ് അംഗങ്ങളാണ് ദൈവവചന സന്ദേശവും അറിയിക്കുന്നത്. കഴിയുന്നത്ര പേരും അതിലും പങ്കുചേരുകയും അവർക്ക് ആവശ്യമായ ഒരു മോറൽ സപ്പോർട്ട് നൽകുകയും ചെയ്യണമേ എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. വെർച്വൽ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം 6:30 മണിക്ക് നടത്തപ്പെടുന്നതാണ്. സാധിക്കുന്നവർ പ്രസ്തുത മീറ്റിംഗിലും പങ്കുചേരണം എന്ന് ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി എടുക്കുന്നു എന്നുള്ളതിനെ നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഞാൻ ഇന്ന് ഓർപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവെ വരണമേ, ഞങ്ങളെ നവീകരിക്കണമേ എന്നുള്ളതൊരു പ്രയറാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിനു വേണ്ടി നമ്മളിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു വേദിയാണ്. തീർച്ചയായിട്ടും അതിനും നിങ്ങൾ സമയം വേർതിരിക്കുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കൊരു വീക്ക്ലി പ്രയറും രാത്രി 8 മണി മുതൽ 8:30 വരെ മറ്റ് പ്രോഗ്രാമുകൾ, വെർച്വൽ മീറ്റിങ്ങുകളും യൂത്ത് മീറ്റിങ്ങുകളും ഒന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം പാസ്റ്റേറ്റ് കമ്മിറ്റിയുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഒരു വീക്ക്ലി പ്രയർ കൂടി രാത്രി 8 മണി മുതൽ 8:30 വരെ, കാരണം ജോലിയും തിരക്കുകളൊക്കെ കഴിഞ്ഞു വന്ന് കൂടുതൽ പേർക്ക് അതിലൊന്ന് പങ്കുചേരുവാനും
ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ മക്കൾ ഡോക്ടർമാരായിട്ടുള്ളവരുണ്ട്, കോവിഡ് പേഷ്യൻ്റെ ഇടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ സേഫ്റ്റി ആവശ്യമുണ്ട്, നഴ്സുമാരുണ്ട്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. പ്രാർത്ഥനയാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് CSI അസെൻഷൻ ചർച്ചിൻ്റെ ഒരു വീക്ക്ലി പ്രെയർ നമുക്ക് ഈ ആഴ്ച മുതൽ ആരംഭിക്കണം. ഇതൊന്നും നമുക്ക് പേരിനും പ്രശസ്തിക്കും അല്ലെങ്കിൽ അച്ഛൻ വന്ന് ആരംഭിച്ചു എന്നുള്ളതിനൊന്നിനും വേണ്ടിയല്ല, മറിച്ച് അതിലൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ സമൂഹത്തെ നിലനിർത്തുക എന്നുള്ള വലിയൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ 18, 19, 20, 21, 22 5 ദിവസങ്ങളിലായി കർത്താവ് നമ്മളെയൊക്കെ ഈ 16 മുതൽ 16 കഴിഞ്ഞ ഞായറാഴ്ച 17, 18, 19, 20, 21, 22 6 ദിവസങ്ങളായി ദൈവം നമ്മളെ ഇത്രമാത്രം നടത്തുമ്പോൾ, നമ്മൾ വീണ്ടും ഒരു ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ ദൈവം നമ്മളെ എത്ര നടത്തുന്നു എന്നുള്ളത് വലിയ കൃപയാണ്. ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും മുൻപോട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമുള്ള കാലഘട്ടത്തിൽ അപ്പോൾ നമുക്കൊരു വീക്ക്ലി പ്രെയർ കൂടി ആരംഭിക്കണം. എല്ലാവരും ഈ ദേവാലയത്തിൽ ഞാൻ കണ്ട വലിയൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് പ്രായമായവരും ഈ യൗവനക്കാരും ഒന്നും വ്യത്യാസമില്ലാതെ പല മീറ്റിങ്ങുകൾ ഒരുമിച്ച് കൂടുന്നതാണ്. ആ ഒരു കൂടിവരവുണ്ടായി നമ്മുടെ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നമ്മൾ പാർക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മക്കൾ, അവർ കോവിഡിൻ്റെ ഇടയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ ലോക ജനതയ്ക്ക് വേണ്ടിയും നമുക്കൊരു വീക്ക്ലി പ്രെയർ കൂടി ആരംഭിക്കണമേ എന്ന് സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുകയാണ്. 2 or 3 പേർ ദൈവത്തിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ, നമ്മളൊരു സഭയായി, ഒരു സമൂഹമായി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം നമ്മളെ തീർച്ചയായിട്ടും ഈ ദേശത്ത് ഒരു വിളക്കായി നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിവാഹ വിളിച്ചു ചൊല്ല് CSI അസെൻഷൻ ചർച്ച് കാക്കനാട് സഭാംഗമായ നെബു ഐ തോമസിൻ്റെയും സുധ എലിസബത്ത് തോമസിൻ്റെയും മകൾ ഷിഗ ആൻ തോമസും തിരുവല്ല കുറ്റപ്പുഴ ജെറുസലേം മർത്തോമ ചർച്ച് സഭാംഗമായ ബിജു ജോൺ വർഗീസിൻ്റെയും സോജി അച്ചാമ്മ വർഗീസിൻ്റെയും മകൻ ദീപക് ഉമ്മൻ വർഗീസും തമ്മിലുള്ള വിവാഹം നടത്തപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവർ തമ്മിൽ വിവാഹിതരാകുന്നതിന് ന്യായമായ തടസ്സങ്ങളുണ്ടെന്ന് നിങ്ങളിൽ ആരെങ്കിലും അറിയുന്നതായാൽ ആയതിനെ രേഖാമൂലം ഇടവകപ്പെട്ടക്കാരനെ അറിയിക്കേണ്ടതാണ്. ഇത് 3ാമത് പ്രാവശ്യം പ്രസിദ്ധം ചെയ്തു കൊള്ളുന്നു. ലോക്ക്ഡൗൺ സാഹചര്യമൊക്കെയും വേഗത്തിൽ തീരുമ്പോൾ ഈ മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾ ഈ സമയത്ത് ഷിഗ ആൻ തോമസിനു വേണ്ടിയും ദീപക് ഉമ്മൻ വർഗീസിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് വേദപുസ്തകത്തിലൂടെ ഞങ്ങളോട് പങ്കുവച്ചു, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായി തുണയെ നൽകും. ഷിഗയ്ക്കായി കർത്താവെ ദീപകിനെ ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, തടസ്സങ്ങളും പ്രയാസങ്ങളും ഒന്നും കൂടാതെ 2 കുടുംബങ്ങളുടെ കൂടിച്ചേരലോടുകൂടി അത് ഏറ്റവും ഭംഗിയായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആശീർവദിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം. ഈ 70 കുടുംബങ്ങളുടെ ഈ പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ടായിരിക്കണമേ. കർത്താവെ, അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്നവർ, വ്യത്യസ്തമായ നന്മകൾ പ്രാപിച്ചവർക്കും ആഗ്രഹിക്കുന്നവർക്കും തലകളെ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാവുന്നതാണ്. ജന്മദിനം ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കുന്നു. അലീറ്റ ജോൺ, ജെയ്സൺ PM, ഗ്രേസ് ജോർജ്, അന്നമ്മ ഉമ്മൻ, അലൻ ടി ജേക്കബ്, മിനി മേരി ബിനോയ്, ജിഷ ഷേർലി ജോർജ്, സാറ മരിയ ഷാജി, സ്നേഹ ജോസ്, തോമസ് എബ്രഹാം, ഷിജോയ് BG, അനുജ കുര്യൻ, റോജി നൈനാൻ തോമസ്, ഡാർലി തോമസ്, റീജ CJ, തോമസ് മാത്യു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ മേബൽ ജെയിംസ്, സുനുഷ ക്രിസ്റ്റി, ഐറിൻ സാറ ജെറി. വിവാഹ വാർഷികം മിസ്റ്റർ മനോജ് ജോൺ ജോർജ് ആൻഡ് മിസ്സിസ് സുഷ ഏബ്രഹാം, മിസ്റ്റർ തോമസ് ഏബ്രഹാം ആൻഡ് മിസ്സിസ് സൂസൻ ഏബ്രഹാം, മിസ്റ്റർ ജോർജ് ഈപ്പൻ ആൻഡ് മിസ്സിസ് സുഷാമ ചാക്കോ, മിസ്റ്റർ ജോൺസൺ K. ജോർജ് ആൻഡ് മിസ്സിസ് മോളി ജോൺസൺ, മിസ്റ്റർ ഡോക്ടർ കോശി C. ജോർജ് ആൻഡ് മിസ്സിസ് ഡോക്ടർ ലിഡിയ കോശി. നമുക്ക് ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടുന്നവരെ ഓർത്ത് ഇപ്പോൾ രാജൻ ജേക്കബ് അങ്കിളെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവെ അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സുരക്ഷിതമായി കാത്തു പരിപാലിച്ചു. ഈ ആരാധനയിൽ വരെ എത്തിച്ചവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ, ധാരാളം ആളുകളെ
വിഷമകരമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവെ ഉണ്ടല്ലോ. എന്നിരുന്നാലും കർത്താവെ ഞങ്ങളെ ഇന്നും ശ്വാസമയച്ച് ഞങ്ങളെ കാത്തു പരിപാലിച്ച് ജീവനോടെ ദേശത്ത് നിന്നും ആക്കിയിരിക്കുന്നവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. കർത്താവെ, കഴിഞ്ഞ ആഴ്ചയിലെ വിവാഹ വാർഷികവും ജന്മദിനവും ആഘോഷിച്ച അങ്ങയുടെ മക്കൾക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവ് നല്ലവനും വിശ്വസ്തനും സഹായകനുമായിരുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവെ, വരുന്ന ഒരു വർഷക്കാല കർത്താവെ അവരുടെ ജീവിതത്തിലെ ഉടനീളം കർത്താവെ അവരെ തുടർന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ ദൃഷ്ടി അവരുടെ മേൽ വരാതെ വണ്ണം കർത്താവിന്റെ കൃപയാൽ അവരെ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ തന്നെ കർത്താവെ ഇത്രത്തോളം കാത്തതുപോലെ തന്നെ അവരെ ഇനിയും കാത്തുകൊള്ളണമെന്ന് കർത്താവെ വിശ്വസനായ ഞങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, വിവാഹവാർഷികമാവശ്യത്തിനും പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായി അവരെ കാത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു, അവർക്കൊക്കെയും നല്ല ജോലിയും കൊച്ചുകുഞ്ഞുങ്ങളെയും കൊടുത്തു കർത്താവെ. കൊച്ചുകുഞ്ഞുങ്ങളെയും കൊടുത്തു കർത്താവ് അവരെ ഇത്രത്തോളം വഴി നടത്തി അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. സാമ്പത്തിക കാര്യങ്ങൾ കർത്താവെ കൂടെയിരിക്കണമേ. അനേകം ആളുകൾ കർത്താവെ വിഷമപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ അടിയങ്ങൾക്കുള്ള മക്കൾക്കും കർത്താവ് ഇത്രത്തോളം സംരക്ഷണം നൽകി വിദേശ രാജ്യങ്ങളിലും എവിടെയും കാത്തുകൊള്ളുന്നതൊക്കെയായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവരുടെ ജീവിതത്തിൽ കർത്താവെ ഇന്ന് വിവാഹ വർഷവും അതുപോലെ ജനന കൊണ്ടാടിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കൂടെ കൊണ്ടാടിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണം. അങ്ങയുടെ സംരക്ഷണത്തിൽ കർത്താവെ തുടർന്ന് നയിച്ച് അനുഗ്രഹിക്കണം. വരുന്ന വർഷങ്ങളിലൊക്കെയും കർത്താവെ ഞങ്ങൾക്ക് വലിയവ ചെയ്തു എന്ന് സാക്ഷ്യം പറയുവാൻ അവരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. സകലവും പൊന്നുനാഥന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിച്ച എല്ലാ മക്കളുടെ മേലും പുതിയ വർഷത്തിൽ അനുഗ്രഹമായി, നന്മയായി, കൃപയായി കൂടിയിരിക്കുമാറാകട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷക എന്നുള്ള പാട്ട് ഗായക സംഘം പാടും. അതിനുശേഷം നമ്മുടെ ഏറ്റവും സ്നേഹവുമുള്ള പി ഡി മാത്യു സാറ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതായിരിക്കും ഈ പാട്ടിന് ശേഷം. രക്തം എൻ വീടിനു മുദ്ര, യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. രോഗഭയം മരണഭയം യേശുവിൻ നാമത്തിൽ നീങ്ങിടട്ടെ. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. അനർത്ഥമൊന്നും ഭവിക്കയില്ല, ബാധയൊന്നും വീടിനടുക്കയില്ല. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. സ്വർഗീയ സൈന്യത്തിൻ കാവലുണ്ട്, സർവാധികാരിയൻ കരുതലുണ്ട്. സ്വർഗീയ സേനയിൻ കാവലുണ്ട്, സർവാധികാരിയൻ കരുതലുണ്ട്. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ. കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു
പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയിൻ പേരുകളെ വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയിൻ പേരുകളെ യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സുകളെ ഏകാഗ്രമാക്കി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സകലതും മറന്ന് കർത്താവും നമ്മളും മാത്രമായിട്ടിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നമുക്ക് ചേർന്ന് വരാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളുടെ മേൽ വർഷിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മൾ വർഷിക്കുന്നതിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഫലമേൽപ്പിക്കാം. ഞങ്ങളെ അത്യന്തം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവനായ ഞങ്ങളുടെ സ്വർഗീയനാഥ, ഈ വിശുദ്ധ ദിവസത്തിലെ ഈ രാവിലെ സമയം കർത്താവിൻ്റെ കാൽപാദങ്ങളിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന് വേണ്ടി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സമയത്തിന് വേണ്ടി, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക ആൾക്കാർ ആശുപത്രിയിലാകുന്നു, വിഷമത്തിനും പ്രയാസത്തിനും കഷ്ടതയിലും കൂടെ കടന്നു പോകുന്നു. കർത്താവെ, കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ഈ വിശുദ്ധ ദിവസത്തിൽ ആരാധനയുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എത്ര വലിയവനും എത്ര സുസ്ഥിരമായ ദൈവമാണ് കർത്താവെ, നടത്തുവാൻ പര്യാപ്തനായ ദൈവമാണ് കർത്താവെ, വിശ്വസ്തനായ ദൈവമാണ് കർത്താവെ. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ സഭയിലെ ഓരോരുത്തരെയും, ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട്, സമാധാനമുള്ളവരായിട്ട്, കൃപ നിറഞ്ഞവരായിട്ട് ഇവിടെ എഴുന്നേറ്റ് പോകാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സന്തോഷവും സമാധാനവും എല്ലാവരും ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അച്ഛനും കൊച്ചമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി സ്തോത്രം. നല്ല ഇടയനായിട്ട് ഞങ്ങളെ നടത്തുന്നോർത്ത് കർത്താവെ സ്തുതിക്കുന്നു. നല്ല കൂട്ടായ്മകൾ ദൈവം നടത്തുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് അനുഗ്രഹവും കൃപയും ഞങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നപ്പാ. സ്തോത്രം ചെയ്ത് കർത്താവെ, അങ്ങനെ ഞങ്ങളെ സഭ ഒറ്റക്കെട്ടായിട്ട് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ കർത്താവിന് മുമ്പിൽ നിർത്താൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികൾ ഞങ്ങളുടെ സഭയിൽ ഇടപെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ ഹൃദയവും ഒറ്റ മനസ്സുമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു ശരീരത്തിലെ പല അവയവങ്ങളായ ഞങ്ങൾ ഒറ്റയായിട്ട് നിൽപ്പാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ ഞങ്ങളുടെ കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് യൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ അവരെല്ലാം അനുഗ്രഹിക്കണമേ, കരുതണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളൊന്നും പള്ളിയിൽ വരുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു കർത്താവെ. എത്രയും വേഗം കർത്താവിൻ്റെ ഇടപെടലുണ്ടായി കർത്താവെ ഞങ്ങളെ ഇതിനെല്ലാം വിടുതൽ തന്ന് ദൈവമേ ഒരു കൂട്ടായ്മയായിട്ട് ഒന്നിച്ചു കൂടുവാനുള്ള ശക്തി ബലവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യാചിക്കുന്നപ്പാ. ഈ വലിയ രോഗത്തിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ജനങ്ങളെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളോട് കരുണ തോന്നണമേ അപ്പാ. ഞങ്ങളെ ശിക്ഷിക്കരുതേ അപ്പാ. ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും കുറവുകളും ഞങ്ങളോട് കണക്കിലെടുത്തതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വെണ്മയുള്ളവരാക്കി കർത്താവെ നന്മയുടെ ഉറവിടങ്ങളാക്കി ഞങ്ങളെ മാറ്റത്തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ കൃപ ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളുടെ സഭയെ ഭരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഞങ്ങളുടെ പ്രായമായ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. ദൈവമേ അവരെല്ലാം ഈ മഹാമാരിയിൽ നിന്ന് കരുതുന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവെ. അവിടുത്തെ ആരോഗ്യത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. പ്രൊട്ടക്ട് ചെയ്യാൻ കഴിവുള്ളവനായ ദൈവം വേലി കൊട്ടിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരു ആപത്തും പ്രയാസവും അവർക്ക് വരുത്തരുതേ. സമാധാനവും സന്തോഷവും കൊണ്ട് അവരെയൊക്കെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. നല്ല ഇടയനായിട്ട് ഞങ്ങളെ നടത്താനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സഭയുടെ എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. വിശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. ഇത്രത്തോളം നടത്തിയവനായ ദൈവം, ഇത്രത്തോളം പരിപാലിച്ചവനായ ദൈവം, ഇത്രത്തോളം കരുതിവനായ ദൈവം, ആ വലിയ ദൈവത്തിന്റെ കരങ്ങളെ കുറുകാറ് ഞങ്ങളെ നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ.
ഒരു വട്ടം കൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. സമാധാനവും സന്തോഷവും നിറഞ്ഞവരായിട്ട് ഇവിടുന്ന് പോകാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട് നല്ല കൂട്ടായ്മ തന്നതോർത്ത് സ്തോത്രം കർത്താവേ. ദൈവം വെർച്വലായിട്ടായെങ്കിലും ഞങ്ങൾക്കെല്ലാം കർത്താവിന് മുമ്പിൽ ഇരിപ്പാൻ കർത്താവ് കൃപ തന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു വട്ടം കൂടെ എല്ലാ കുടുംബങ്ങളെയും തരുന്നു കർത്താവേ. ദൈവം ഞങ്ങളുടെ സഭയിലുള്ള ആൾക്കാർ ദൈവം രോഗത്തിലൂടെ കടന്നു പോകുന്നുണ്ടപ്പാ, ബുദ്ധിയുടെ കടന്നു പോകുന്നുണ്ടപ്പാ. ജോയ്സിനെയും ഫാമിലിയെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അവരെ രോഗവിമുക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമോനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. അങ്ങനെ രോഗത്തിലൂടെ പോകുന്ന ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാം കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങൾ തൊട്ടിന്ന് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുത്തെ അടിപ്പഴുതുകാൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങോട്ടല്ലാതെ ഞങ്ങൾക്ക് ചോദിപ്പാൻ ആരില്ല കർത്താവേ. നല്ല ഇടയനായ കർത്താവേ, നല്ല ഡോക്ടറായ കർത്താവേ, ദൈവം എല്ലാവർക്കും സൗഖ്യം കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും ഈ രോഗത്തിലേക്ക് കടത്തിവിടാതെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്ത് കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സമാധാനവും സന്തോഷം നിറഞ്ഞവരായിട്ട് പോകാൻ കർത്താവ് ഇടയാക്കത്തക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ അതിപരിശുദ്ധ കാൽപാദങ്ങളിൽ വയ്ക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമുക്ക് പൊതുവിലുള്ള സ്തോത്രം ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനിയവും മനഃപൂർവ്വവുമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനും ലോകത്തെ വീണ്ടെടുക്കുന്ന നിന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളതായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളെ ഒക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളുടെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് നൽകണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിന്നോടും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം സ്വീകരിപ്പീൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ.
Closing hymn number 192, 192. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ ശക്തീകരിച്ചതിനായി സ്തോത്രം. ഞങ്ങള് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ സ്തുതികൾ, ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥനകളൊക്കെ അനേകർക്ക് സൗഖ്യത്തിനും ആരോഗ്യത്തിനും മുഖാന്തരമാക്കണമേ. TH ഹോസ്പിറ്റലിലായിരിക്കുന്ന ബ്രദർ ക്രിസ്റ്റിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു സർജറി കഴിഞ്ഞ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ പ്രിയ ബ്രദറിനെ കർത്താവേ അവിടുത്തെ സൗഖ്യം കൊണ്ടും അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡിന്റെ പ്രയാസത്താൽ ഹോസ്പിറ്റലിലായിരിക്കുന്ന ജോയ്സ് ആൻറ്റിക്കായിട്ടും മോൻ കെവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും സൗഖ്യത്തോടുകൂടി ഭവനത്തിലേക്ക് വരുവാനിടയാക്കണമേ. ഞങ്ങൾ അറിയാതെ ആരെങ്കിലും രോഗത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാം തിരുസന്നിധി സമർപ്പിക്കുന്നു. ഭവനത്തിൽ സൗഖ്യപ്പെട്ടു വരുന്നവർക്കായിട്ട് സ്തോത്രം. ക്വാറന്റൈനിൽ ഇരിക്കുന്നവർക്കായിട്ട് എല്ലാവർക്കായി ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ദൈവം നൽകിയ ശക്തിക്കും കൃപയ്ക്കും ആരോഗ്യത്തിനായിട്ടും ദൈവത്തിന് ഏറ്റവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടു കൂടി നമ്മുടെ ഭവനങ്ങളിലായിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങളോടും, പ്രത്യേകിച്ചും വേദപുസ്തകം വായിച്ചവർ, പാട്ട് വ്യത്യസ്തമായ ഭവനങ്ങളിലിരുന്ന് നേരത്തെ റെക്കോർഡ് ചെയ്തും തത്സമയമായിട്ടും പാടിയവർ, ബർത്ത്ഡേ പ്രാർത്ഥിച്ചവർ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേർന്നവർ, ഓരോ പ്രാർത്ഥനയിലും ആദ്യം മുതൽ
മ്യൂട്ട് ചെയ്തിട്ടാണെങ്കിലും ഭവനങ്ങളിൽ ഇരുന്ന് ഭവനത്തെ ദേവാലയമാക്കിയ എല്ലാ കുടുംബങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിച്ച ആളുകൾ ആരെങ്കിലും ഇപ്പോൾ